കോവിഡുമായി ബന്ധപ്പെട്ട് യു.പിയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ജനങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ട ജനപ്രതിനിധികൾ തന്നെ കോവിഡ് ബാധിച്ചു മരിക്കുന്ന ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് യു.പി രാജ്യത്തിന് മുന്നിൽ വിളിച്ചോതുന്നുള്ളത്. ഔരിയ സിറ്റിയിലെ എം.എൽ.എ ആയിട്ടുള്ള രമേശ് ദിവാകർ, ലക്നൗ സിറ്റിയിലെ എം.എൽ.എ ആയിട്ടുള്ള ശ്രീവാസ്തവ എന്നീ രണ്ടുപേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഈ രണ്ടുപേരും BJPയുടെ നെടും തൂണുകളാണ്. ഒപ്പം യോഗി ആദിത്യനാഥിന്റെ സന്നദ്ധ സഹചാരികളും കൂടിയായിരുന്നു. കൂടെയുള്ളവർ, ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടവർ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തീരുമാനിക്കാൻ മുന്നോട്ട് വന്നവർ, അവരാണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് യോഗി ആദിത്യനാഥ് തന്നെ വിളിച്ചു പറയുമ്പോൾ, യോഗി ഈ സാഹചര്യങ്ങൾ കണ്ട് പൊട്ടിക്കരയുന്ന ദയനീയമായിട്ടുള്ളൊരവസ്ഥ യു.പി വിളിച്ചോതുമ്പോൾ, യോഗി ആദിത്യനാഥിന്റെ യു.പി കോവിഡിൽ സുരക്ഷിതരായിരുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ സംഘിക്കൂട്ടങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. കാരണം അത്രത്തോളം ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് യോഗി ആദിത്യനാഥിന്റെ യു.പി നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് യു.പിയിൽ നിലവിലുള്ളത്. ആരോഗ്യരംഗം തകിടം മറഞ്ഞു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പല നേരങ്ങളിലായി നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. അതായത് ശവങ്ങളൊക്കെ തെരുവിൽ വലിച്ചിട്ടതുപോലെ യു.പിയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ഇഷ്ടം പോലെ പ്രചരിക്കുന്നുണ്ട്. ഒപ്പം ശവം കത്തിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, സംസ്കാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 10,000 ചോദിക്കുന്ന കോൺട്രാക്ടർമാരുടെ ചിത്രങ്ങളടക്കം നമ്മൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ളതാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യരംഗത്തിന്റെ അനാസ്ഥ തന്നെയാണ്. കോവിഡ് ആദ്യം വന്ന സമയത്ത് അതിനെ നിസ്സാരമായി കാണുകയും അത് യു.പിയിൽ വലിയ തോതിൽ വർദ്ധിക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെ സർക്കാർ അവിടെയുള്ള ജനങ്ങളെ കയറൂരി വിട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം ആരോഗ്യരംഗം തകിടമറിഞ്ഞു നിൽക്കാനുള്ള കാരണം സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ്. ഇപ്പോൾ ജനങ്ങളെ രക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ തന്നെ മരിച്ചു പോകുന്ന ദയനീയമായിട്ടുള്ളൊരവസ്ഥ വിളിച്ചോതുമ്പോൾ യു.പിയിലെ ജനങ്ങളുടെ അവസ്ഥ ഖേദകരമാണ്. ആരോഗ്യ പ്രവർത്തകരടക്കം ജനങ്ങളെ കൈവിടുന്ന ഈ ദയനീയമായിട്ടുള്ളൊരവസ്ഥ യു.പി വിളിച്ചോതുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരായി കണ്ടുകൊണ്ട് യു.പിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. രാഷ്ട്രീയം മറന്നുകൊണ്ട്, അവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, മനുഷ്യരായി കാണാൻ പഠിച്ചുകൊണ്ട് അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ രക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. ഇല്ല എങ്കിൽ ജനപ്രതിനിധികളുടെ ഇതേ അവസ്ഥ തന്നെ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്കും എത്തുക തന്നെ ചെയ്യും. നിലവിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.